ഒന്നും പറ്റിയൊന്നുമില്ല, ഞാൻ നടന്നു വന്ന് ക്ഷീണിച്ച്. പക്ഷെ പേടിപ്പിച്ചാണെന്നല്ല. ചിനാമി ഇച്ചിരി വെള്ളം കൊണ്ടുവന്നോ പ്ലീസ്. പക്ഷെ പേടിച്ചു പോയി. കൊണ്ടുവന്ന് താടോ. വേറെ വര ഇറങ്ങി അടുക്കളേക്ക് ഇറങ്ങി എടുത്ത് കുടിച്ചോ. ഇച്ചിരി വെള്ളം എടുത്തു താടി. ഒച്ചയും ബഹളമായിരുന്നു എന്റെ അമ്മേ. കല്യാണം കഴിച്ച ഒരു കൊച്ചിന്റെ തള്ളയാണ് കാണിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചു പോലും ഇങ്ങനെ കാണിക്കൂല. കൊച്ചു പോലും ഇങ്ങനെ കാണിക്കൂല അല്ല കുഞ്ഞെ. അത് തന്നെ. എന്തോന്ന് ഇങ്ങനെ ചോദിച്ചേ? നാണോ ഇല്ലയെന്ന് ചോദിച്ചേ? ചോദിക്ക നാണോ ഇല്ലയെന്ന് ചോദിക്കേ. ഇച്ചിരി കുറവാ. ഞാനും അടി തരുവേ. നന്നായിക്കൂടെ എന്ന് ചോദിച്ചേ. നന്നായിക്കൂടെ എന്ന് ചോദിച്ചേ. തനിക്ക് നന്നായിക്കൂടെ? പറ്റില്ല എന്നോ? അപ്പൊ എനിക്കും പറ്റില്ല. പോയിട്ട് എന്തായി? പോയിട്ട് എന്താവാൻ, അവിടെ വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ അടുത്ത ജംഗ്ഷനിൽ പോയി അതൊക്കെ മേടിച്ചു കൊടുത്ത്, അച്ഛനും അമ്മയ്ക്കും കുറച്ച് മരുന്നൊക്കെ ഉണ്ടായിരുന്നു മേടിക്കാൻ, അതും മേടിച്ചു കൊടുത്ത്. അപ്പൊ പറഞ്ഞു കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോ നല്ല കണവത്തോരനും പച്ചയില പൊരിച്ചതും. എന്റെ മോനെ കേശു, ഇത്ര ഓവറാക്കൊന്നും വേണ്ട. ഇവിടെ നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു? ചോറ്, രസം, അച്ചാറ്, വാഴക്കാത്തോരൻ. ബാവ്, നല്ലതാ. നന്നായി ഞാൻ അവിടെ നിന്ന് കഴിച്ചത്. അയ്യോ, അല്ലെങ്കിൽ ഇവിടെ നല്ല ഫുഡൊന്നും കഴിക്കാറില്ലല്ലോ. ഓ, നല്ല ആഹാരം കഴിച്ച കാര്യം പറഞ്ഞു. നീ വാട്ട അടുക്കളയിലേക്ക് ഫുഡ് താന്നും പറഞ്ഞു സോറി അമ്മ. ഈ സോറി ഏട്ടാ, പിന്നെ നമ്മൾ അരിഞ്ഞു പോകുമല്ലോ. അതെ അതെ. കുഞ്ഞു വാ, കുഞ്ഞിന് അപ്പോഴും അമ്മ ഫുഡ് തരാം കേട്ടാ. നീ വന്നാ? യെസ്, ഐ ആം ബാക്ക്. എന്ത് ഒരു തളർച്ച? ഒരു 40 വരെ ലാഭിക്കാൻ വേണ്ടി ആ വാഴക്കാലയിൽ ഇവിടെ വരെ നടന്നതാണ്. ഒരു കാര്യം ഉണ്ടായില്ല. നിനക്ക് പറ്റാവുന്ന പണി ഏതാ പോരെ മക്കളെ? കുട്ടുവാമ കുഴപ്പമില്ല, നടക്കണമല്ല തന്നെ അല്ലേ? പിന്നെ അല്ലേ? യെസ്. ഒന്ന് എണീക്ക്. എന്തിനാ? എണീക്ക്. കാര്യം പറടാ. എണീരേജി. എന്തുവാ? ആ ഗ്ലാസ് അങ്ങോട്ട് നീക്കും, അത് പൊട്ടണ്ടെങ്കിൽ. ഞാൻ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്. ഈ ടീഷർട്ട് പഴയ ടീഷർട്ട്. പഴയ ടീഷർട്ട് എന്നൊക്കെ ഓക്കെ, എന്റെ അല്ലേ? എടാ, നിന്റെ പുതിയ ടീഷർട്ട് അല്ലേ ഇത്? കുറച്ച് പഴയതായതാ. ചേച്ചി ഉമ്മ കളിക്കല്ലേട്ടാ, എന്റെ ടീഷർട്ട് അല്ലേ ഇത്? നിന്റെ തന്നെ എന്ത് കുഴപ്പം? ഞാൻ ഒന്ന് സോയപ്പ കട്ടിന്റെ അടിയിൽ വെറുതെ കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒന്ന് കുളിപ്പിച്ചെടുത്ത്. അയ്യോ, കുളിപ്പിച്ചെടുത്ത്. അമ്മയല്ലേ അമ്മ പറഞ്ഞു ഈ കറുത്ത ടീഷർട്ട് അമ്മ അലക്കിട്ടേക്കണെന്ന്? അത് ഇതല്ലാന്ന് തോന്നുന്നു. അതില് അത് ശിവയുടെ അല്ലായിരുന്നാ? ശിവയുടെ ആയിരുന്നേട്ടാ. അത് ഇതല്ലായിരുന്നു. സ്ത്രീകളെ തൊട്ടതിന് അനിയനെ നോക്കൂല. ഞാൻ അകത്താക്കുവേ. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ നിൽക്കണം. അവള് തിരിച്ചടിക്കൊണ്ട് നിന്നെ. അമ്മ എന്റെ ഒന്ന് ഇട്ടെന്ന് വെച്ചാൽ എന്താണ് തേഞ്ഞു പോകും. അത് അവള് ഇട്ടിട്ട് കഴിയാൻ തരും. പ്രശ്നം തീർന്നില്ലേ? എടാ, ഒന്നാമതേ വീട്ടിൽ അംഗസംഖ്യ കൂടുതലാണ്. കഴിക്കാനും കുടിക്കാനും ഉടുക്കാനുള്ളതൊക്കെ തികയണ്ടേ? അതുകൊണ്ട് നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഇടാ. എന്റെ ലച്ചുമോള് പഴയ ലച്ചുമോള് തന്നെ. ഡയലോഗ് അടിച്ച് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യും അല്ല മക്കളെ? പിന്നല്ല. അല്ലെങ്കിലും നാക്കില്ലെങ്കിൽ ലച്ചുല്ലരാ. അമ്മ ലച്ചു വാ, നിനക്ക് ഞാൻ ചായയും തരാം. കൊതിപ്പിച്ച് ഇതകത്ത് വെച്ചാരേ. ബാ. എന്റെ 2 ടീഷർട്ട് ഞാൻ ഇവിടെ എത്ര ഇടം തപ്പിയതെന്ന് ഇത് രണ്ടും. ഇനിയുണ്ട് 2 എണ്ണം കൂടെ. എടേ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട് കേശു. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടായി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? രസമുണ്ടാ? ഇത് കൊള്ളാടാ, നല്ല ഫാഷൻ. ഇത് നിനക്ക് ചേരുന്നുണ്ട്. സത്യം, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എവിടെ നിർത്തേ?